അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നല്ല ഒന്നാന്തര ഒരു ഉടായിപ്പ് പരിപാടിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മരുമകൻ മന്ത്രിയുടെയും ഡൽഹി സന്ദർശനം. അതായത് ഈ ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ച് എന്തെങ്കിലും ചില ഉറപ്പുകൾ സംഘടിപ്പിച്ചെടുക്കണം, ദാ വരുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ മറ്റെന്തെങ്കിലും ചില പദ്ധതികളെ കുറിച്ചുള്ള ഉറപ്പുകൾ നേടിയെടുക്കുക, അതായിരുന്നു പരിപാടി. ശബരി റെയിലിന് കേന്ദ്രം പച്ചക്കൊടി കാട്ടി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വാർത്ത. അങ്കമാലി മുതൽ എരിമേലി വരെയുള്ള പാതയാണിത്, ഈ നിർദ്ദിഷ്ട ശബരി റെയിൽ എന്ന് പറയുന്നത്. അതിന് പച്ചക്കൊടി കിട്ടി. അപ്പൊ ആളുകൾ വിചാരിക്കാം നാളെ ഇതിന്റെ പണി അങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ മറ്റൊരു വിചാരിക്കും ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്ന് വേണമെങ്കിൽ 1 മണിക്കൂർ നേരത്തെ തന്നെ വന്ന് അവിടെ ഇരുന്നിട്ട് ഒന്ന് കുമ്മനടിക്കാം, അതൊരവസരമാവും. ഇങ്ങനെയൊക്കെയാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. പക്ഷെ സത്യം ഇതൊന്നുമല്ല. ഈ റെയിൽപാതയ്ക്ക് കാലടി വരെ റെയിൽപാതയുടെ നിർമ്മാണം 90% പൂർത്തിയായതാണ്. ബാക്കി ഒന്നും നടന്നിട്ടില്ല. അങ്കമാലി മുതൽ രാമപുരം വരെ സർവേ നടത്തി, അത് പണ്ട സർവേ കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം രാമപുരം മുതൽ എരിമേലി വരെയുള്ള ഭാഗത്ത് വെറും ഏരിയൽ സർവേ മാത്രം, ആകാശത്തു നിന്നുള്ളൊരു നോട്ടം, ഒരു കാഴ്ച, അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പദ്ധതിയുടെ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? ഭൂമി ഏറ്റെടുക്കണം. അത് സംബന്ധിച്ച ചർച്ചകൾക്കായിട്ട് ഞാനൊരു സംഘത്തെ, ഒരു റെയിൽവേയുടെ ഔദ്യോഗിക സംഘത്തെ കേരളത്തിലേക്ക് അയക്കാം. ഇതാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി പറഞ്ഞത്. അതോടെ നമ്മൾ അങ്ങ് തീരുമാനിച്ചു, പച്ചക്കൊടി കാട്ടി. അപ്പൊ ചാനലുകളിൽ, പത്രങ്ങളിൽ വെണ്ടയ്ക്കാൻ നിരത്തുകയാണ്. മധ്യ കേരളത്തിന്റെ വൻ വികസന വിധ നടക്കാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ 1998 റെയിൽവേ അംഗീകരിച്ച പദ്ധതിയാണിത്. ഈ റെയിൽവേ പദ്ധതിക്ക് ഉണ്ടാകുന്ന ചെലവ് കേന്ദ്രം 51%, നമ്മള് 49%, സംസ്ഥാനം 49% വഹിക്കാമെന്നൊരു കരാർ 2021 ജാനുവരിയിൽ ഉണ്ടായതാണ്. അതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്, സംശയമില്ല. അതുപോലെ പുതുക്കിയ എസ്റ്റിമേറ്റ് വന്നു, 3810 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ്. അത് 2023 ജൂലൈയിൽ സമർപ്പിച്ചതാ. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ റെയിൽവേ മന്ത്രിയെ കണ്ടു, അദ്ദേഹം ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഒരു സംഘത്തെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വലിയ ബാനർ ഹെഡിങ് കൊടുക്കുക, ശബരി റെയിലിന് പച്ചക്കൊടി. ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയനും റിയാസും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. അതായത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനു മുമ്പായിട്ട് ചില വൻ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. പക്ഷെ റെയിൽവേ ആയിരുന്നു പ്രധാന ആഗ്രഹം, സിൽവർ ലൈൻ. പക്ഷെ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുറിപ്പിന്റെ ഉറപ്പ് നൽകുന്നതിന് അശ്വിനി വൈഷ്ണവ് തയ്യാറായില്ല. റെയിലിന് വേണ്ടിയിട്ട മഞ്ഞക്കുറ്റികള് ഇപ്പോഴും കാട്ടിലും കായലിലും കടലിലും തന്നെ. 6700 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഗഡ്കരിയുടെ അനുമതി, അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി റിയാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ഹെഡിംഗ് ആണ് ഒരു പത്രത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ മറ്റൊരു പത്രം പറയുന്നത് 4700 കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എന്നാണ്. ഈ അനുമതി കിട്ടിയെന്ന് പറയുന്നതും ശുപാർശ സമർപ്പിച്ചു എന്ന് പറയുന്നതും വലിയ വ്യത്യാസമുള്ള കാര്യമാണ്. രണ്ടും രണ്ടാണ്. വാസ്തവത്തിൽ എന്താണ് ഉണ്ടായത്? നമ്മുടെ പക്കൽ 6700 കോടി രൂപയുടെ പദ്ധതികളുണ്ട്, റോഡ് വികസന പരിപാടികൾ നമ്മുടെ പക്കലുണ്ട്. അത് മൊത്തം 20 പദ്ധതികൾക്കുള്ളതാണ്. അതിലൊരു 14 പദ്ധതികൾ അത് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. അതാണ് ഈ 4700 കോടി രൂപയുടെ പദ്ധതികൾ. ഇതൊക്കെ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകി, ഉറപ്പിന്റെ ഉറപ്പ്. അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ പണി നാളെ തുടങ്ങുമെന്ന് ആരും വിചാരിക്കണ്ട. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ റോഡിന്റെ ഒരു ഉദ്ഘാടനം നടത്തണമെന്നും ആ വേദിയിൽ ഒന്ന് കയറിയിരിക്കണമെന്നും മോഹമുദിക്കുന്നത് തെറ്റൊന്നുമല്ല, പൊതുമരാമത്ത് മന്ത്രിയല്ലേ. പക്ഷെ അതിന് നാട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം. മാർച്ചിൽ പോലും പൂർത്തിയാകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു റോഡ് അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണം അത് ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് നമ്മുടെ മന്ത്രി നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. നമ്മളത് വിശ്വസിക്കണം, അല്ലേ? മന്ത്രി റിയാസ് മാധ്യമപ്രവർത്തകരോട് ഇത് പറയുമ്പോഴാണ് കൂരിയാട് നിന്ന് 3 കിലോമീറ്റർ അകലെ തലപ്പാറ എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയിൽ ഒരു ഓവാലം ഇടിഞ്ഞ് താഴ്ന്ന വിവരം നമ്മൾ അറിയുന്നത്. അതുപോലെ ഡിസംബറിൽ ഈ റോഡ് പൂർത്തിയാകുമെന്ന അവകാശവാദം പ്രസിദ്ധീകരിച്ച പത്രം, ആ വാർത്തയുടെ അടുത്തു തന്നെ മറ്റൊരു വാർത്തയുണ്ട്. കൃത്യമായ ഭാരവാഹക ശേഷി വിലയിരുത്തി
അതനുസരിച്ച് മണ്ണ് ഉറപ്പിക്കാതെ പണി തുടർന്നാൽ വീണ്ടും കൂരിയാട് ആവർത്തിക്കുമെന്ന് ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ഭൗമ സാങ്കേതിക വിദഗ്ധന്മാർ മുന്നറിയിപ്പ് നൽകുന്നു എന്ന വാർത്തയാണത്. അപ്പോഴാണ് മന്ത്രി പറയുന്നത് ഡിസംബറിൽ ഒക്കെ കോംപ്ലിമെന്റ്സ് ആകുമെന്ന്. വാസ്തവത്തിൽ പിണറായിയുടെയും റിയാസിന്റെയും ഒക്കെ യഥാർത്ഥ പ്രശ്നം എന്താ? ഈ റോഡ് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇതുവരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പിന്നീടാണ് ഈ റോഡിലെ കുഴപ്പങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് തകർന്ന് തരിപ്പണമായതിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾ അറിയുന്നത്. അപ്പോഴേക്ക് ഈ അവകാശവാദത്തിൽ നിന്ന് പിന്മാറി. നേരത്തെ അച്ചടിച്ചു വെച്ചിരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൽ അത് ഇടം പിടിച്ചുപോയി. അതിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ പിണറായിയെ കുറിച്ച് നേരത്തെ സംവിധാനം ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്ന പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററിയിലും സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇതൊന്നും തിരുത്താൻ പറ്റത്തില്ലല്ലോ. എങ്കിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവകാശവാദം ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയായി കിട്ടിയാല്, ഡിസംബറിലൊന്ന് തീർന്നു കിട്ടിയാല്, കുറഞ്ഞ വർഷം അടുത്ത മാർച്ചിന് മുമ്പെങ്കിലും ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടിയാല് അതിന്റെ പേരില് ചില അവകാശവാദങ്ങൾ വീണ്ടും നടത്താൻ പറ്റും. പുതിയ പുതിയ റീലുകൾ എടുക്കാം, അതൊക്കെ ജനങ്ങളെ കാണിക്കാം. നമ്മുടെ ഈ ജനങ്ങളുണ്ടല്ലോ, സാധാരണക്കാര്, അവരിതൊക്കെ അങ്ങ് മറന്നു വെക്കോളും. നേരത്തെ ഈ റോഡ് ഇടിഞ്ഞതും കുഴിഞ്ഞതും വിള്ളലുകൾ വീണതും ഗർത്തങ്ങൾ രൂപപ്പെട്ടതൊക്കെ അങ്ങ് മറക്കും. അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാല് അപ്പൊ പിന്നെ അമേരിക്കയിലെയും കാനഡയിലെയും ബ്രിട്ടനിലെയും പോലെയുള്ള റോഡുകളായിട്ടൊക്കെ മാറുമല്ലോ. അപ്പോൾ ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചോളും. ഇത് നമ്മുടെ ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പെട്ടിയില് വോട്ടിട്ടോളും. അതാണ് ഇപ്പോൾ അമ്മായി അച്ഛനും മരുമകനും സ്വപ്നം കാണുന്നത്. പൊതുമരാമത്ത് മന്ത്രിയായ താൻ കൂരിയാടോ അതുപോലെ റോഡിന് അപകടം സംഭവിച്ച സ്ഥലങ്ങളിലോ പോയില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല, പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നമ്മുടെ റിയാസ് മോൻ പറയുന്നത്. എന്തിന്? 4 വർഷത്തെ പ്രോഗ്രസ് കാർഡില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഈ റോഡിനെ അല്ലെങ്കിൽ ഈ ദേശീയപാതയെ അവതരിപ്പിച്ച മുഖ്യമന്ത്രി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് അവിടെ ചെന്നല്ലോ, ജില്ലയിൽ ചെന്നല്ലോ. അദ്ദേഹവും പോയില്ല. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പ്രതിപക്ഷക്കാരുണ്ടല്ലോ, അവര് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ എന്തോ കുഴപ്പം കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവരങ്ങ് അർമാദിക്കുക, സുംബ ഡാൻസ് നടത്തുകയാണ്. എന്തൊരു മോശപ്പെട്ട കാര്യമായത്. പ്രതിപക്ഷം അങ്ങനെയൊക്കെ ചെയ്യാവോ? പക്ഷേ റിയാസ് മോനെ, പണ്ട് പാലാരിവട്ടത്തിൽ പാലത്തെ കുറിച്ച് ഒരു പരാതി ഉണ്ടായപ്പോഴ് നിങ്ങൾ നടത്തിയത് സുംബ നൃത്തമായിരുന്നല്ലോ, കങ്കാള നൃത്തമായിരുന്നില്ലേ? അതങ്ങ് മറന്നുപോയോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അത്രയോ.